എന്താണ് സൈനിക നയം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ്. ഇവിടെ നിന്ന് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും തള്ളുന്ന ആളുകൾക്ക് അത് മനസ്സിലാവില്ല. പിന്നെ ഒരു യുദ്ധത്തിന് കോടാനുകോടി രൂപ വേണം. ചെറിയ കാശ് കൊണ്ടൊന്നും യുദ്ധം നടക്കില്ല. 1971 നമ്മളൊക്കെ പ്രകീർത്തിക്കുന്ന വാനോളം പ്രശംസിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ യുദ്ധമുണ്ടല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ യുദ്ധം നടന്നത്. പാകിസ്ഥാൻ്റെ വെടിയുണ്ട ഭാരത മക്കൾക്ക് എള്ളുണ്ട എന്നാണ് ഞങ്ങൾ സ്കൂൾ കുട്ടികളന്ന് മുദ്രാവാക്യം വിളിച്ചത്. പിന്നീടൊരു മുദ്രാവാക്യം, യാഹ്യാ ഖാൻ്റെ മയ്യത്ത് നിക്സൻ്റെ അമ്മയുടെ നെഞ്ചത്ത്. നിക്സൺ എന്ന അമേരിക്കൻ പ്രസിഡന്റാണ്, യാഹ്യാ ഖാൻ പാകിസ്ഥാനിലെ പട്ടാള ഭരണാധികാരി. അപ്പോൾ ഈ മുദ്രാവാക്യമൊക്കെ നമ്മൾ വലിയ ആവേശത്തിൽ വിളിച്ചു, വളരെ ഗംഭീരമായി. പിന്നെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ പാകിസ്ഥാനാക്കി. ജനറൽ മനേക്ഷയുടെ ഉത്തരവ് പ്രകാരം നമ്മൾ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറി. 8-9 ദിവസം കൊണ്ട് ഡാക്കയുടെ പടിവാതിൽക്കലെത്തി. 12-ാം ദിവസം പാകിസ്ഥാൻ മുട്ടുകുത്തി. ലഫ്റ്റനൻറ്റ് ജനറൽ നിയാസി അദ്ദേഹത്തിൻ്റെ സർവീസ് റിവോൾവർ മേശപ്പുറത്ത് വെച്ചു. അതുകൂടാതെ പുള്ളിയുടെ സൈനിക ചിഹ്നങ്ങൾ, ഈ തോളിലും നെഞ്ചത്തു കുത്തുന്ന ചിഹ്നങ്ങളുണ്ടല്ലോ, ആ ബാഡ്ജുകളൊക്കെ ഊരി അതും മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് വിറയ്ക്കുന്ന കൈയോട് കൂടിയിട്ട് സേന കീഴടങ്ങുകയാണ് എന്ന് എഴുതി ഒപ്പിട്ടു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.